നമസ്കാരം. ഡബിൾ ടു മലയാളം ഇലക്ട്രോണിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിൽ പലരും FM റേഡിയോയിൽ പ്രോഗ്രാം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരാണല്ലോ. എന്നാൽ ഇങ്ങനെ FM റേഡിയോ ഉപയോഗിക്കുന്നവരിൽ പലരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് പുവർ ആയിട്ടുള്ള സിഗ്നൽ റിസപ്ഷൻ. ഈ വീഡിയോയിൽ നമുക്ക് ഇത്തരം കൃത്യമല്ലാത്ത FM റേഡിയോ റിസപ്ഷനുകളിൽ, പ്രത്യേകിച്ചും ഇരമ്പിയ ഷേ എന്ന ശബ്ദത്തിൽ ഉണ്ടാവുന്ന റിസപ്ഷനുകളും എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ നാട്ടിൽ FM സംപ്രേഷണം നടത്തുന്നത് പ്രധാനമായും ഏകദേശം 88 മെഗാഹെർട്സ് മുതൽ 108 മെഗാഹെർട്സ് വരെയുള്ള ഫ്രീക്വൻസി റേഞ്ചിലാണ്. ഇത് വളരെ ഉയർന്ന ഫ്രീക്വൻസി റേഞ്ചാണ്. അപ്പോൾ ഇത്തരം റേഡിയോ സിഗ്നലുകൾക്ക് ചില പ്രത്യേകതകളുണ്ട്. ഇവ പ്രധാനമായും സഞ്ചരിക്കുന്നത് നേർരേഖകളിലാണ്. റേഡിയോ സ്റ്റേഷനിൽ നിന്നും ഉള്ള സിഗ്നലുകൾ നമ്മുടെ റേഡിയോയിൽ കൃത്യമായി എത്തിയാൽ മാത്രമേ നമുക്ക് വ്യക്തമായ ശബ്ദം റേഡിയോയിൽ നിന്നും ലഭിക്കുകയുള്ളൂ. എന്നാൽ പലപ്പോഴും പല കാരണവശാലും ഈ സിഗ്നലുകൾ കൃത്യമായി റേഡിയോയിൽ എത്താൻ സാധിക്കാതെ വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോഴാണ് നമുക്ക് വളരെ അവ്യക്തമായ അല്ലെങ്കിൽ ഇരമ്പലോട് കൂടിയ പ്രോഗ്രാമുകൾ കേൾക്കാൻ കഴിയുന്നത്. ഇതിന് പല വിധത്തിലുള്ള കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളിൽ പ്രധാനമായും ഒരു ഘടകമാണ് റേഡിയോ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ റിസീവ് ചെയ്യുന്ന സ്ഥലത്തേക്കുള്ള ഡിസ്റ്റൻസ് അഥവാ ദൂരം. വളരെ അകന്ന പ്രദേശങ്ങളിലും ഗ്രാമപ്രദേശങ്ങളിലും പ്രത്യേകിച്ചും FM സിഗ്നലുകൾ റിസീവ് ചെയ്യുന്നത് വളരെ കുറവായി കാണാറുണ്ട്. FM സ്റ്റേഷൻ്റെയും റിസീവർ വെച്ചിട്ടിരിക്കുന്ന, അതായത് നമ്മുടെ വീട് നിലനിൽക്കുന്ന സ്ഥലത്തിൻ്റെയും ഇടയിൽ വലിയ കുന്നുകളോ വലിയ കെട്ടിടങ്ങളോ അല്ലെങ്കിൽ വലിയ മരങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവ FM റിസപ്ഷനെ കാര്യമായി ബാധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിൽ തന്നെ വീടിനകത്തും പുറത്തും റിസീവ് ചെയ്യുന്ന സിഗ്നലുകൾ വളരെ വ്യത്യസ്തമായിരിക്കാം. പ്രത്യേകിച്ചും വീടിൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽ, അതായത് കോൺക്രീറ്റ് കൊണ്ടുണ്ടാക്കിയത് അല്ലെങ്കിൽ അലൂമിനിയം സ്ലൈഡിങ്, അങ്ങനത്തെ മെറ്റൽ റൂഫ് അല്ലെങ്കിൽ ഫോയിൽ ലൈനിങ് അല്ലെങ്കിൽ സോളാർ പാനൽ, ഇതുപോലത്തെ വസ്തുക്കൾ നമ്മുടെ വീട്ടിൻ്റെ മേൽക്കൂരയിലോ വീടിൻ്റെ നമ്മൾ FM റേഡിയോ വെച്ചിരിക്കുന്ന സ്ഥലത്തിനെ ബ്ലോക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് വീട്ടിനുള്ളിൽ FM റിസപ്ഷനെ കാര്യമായി ബാധിക്കുന്നതാണ്. അപ്പം ഇത്തരം സന്ദർഭങ്ങളിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു പ്രധാന കാര്യം റേഡിയോയുടെ പ്ലേസ്മെന്റ് ആണ്. റേഡിയോ എവിടെ വെച്ചിരിക്കുന്നു എന്നത് വീട്ടിൽ. അപ്പം നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ് റേഡിയോയെ കൃത്യമായി സിഗ്നൽ ലഭിക്കുന്ന സ്ഥലത്തേക്ക്, അതായത് വീടിന്റെ പല വശങ്ങളിലും വെച്ച് നോക്കുക. അപ്പൊ ഇങ്ങനെ മാറ്റി വെക്കാൻ പ്രയാസമാണെങ്കിൽ റേഡിയോയുടെ ആന്റിന, അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന റേഡിയോയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ റേഡിയോയോട് ചേർന്ന് കൊണ്ടുള്ള ആൻറ്റിനയാണ്. ഇതിന് പകരമായി ഒരു എക്സ്റ്റേണൽ ആൻറ്റിന, അതായത് എക്സ്ട്രാ ആൻറ്റിന സെപ്പറേറ്റ് ആയി നല്ല സിഗ്നൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് അതിൽ നിന്നും റേഡിയോയിലേക്ക് കണക്ട് ചെയ്യാവുന്നത്. ഇതാണ് ഒന്നാമത്തെ രീതി. ഈ റേഡിയോയുടെ ആൻറ്റിന എന്ന് പറയുന്നത് റേഡിയോയുടെ ചെവികളാണ് ശരി. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചെവി അടഞ്ഞിരുന്നാൽ നമ്മളൊന്നും കേൾക്കത്തില്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ആൻറ്റിന വീടിനുള്ളിൽ തന്നെ വെച്ചാലും വീടിൻ്റെ മുകളിലായി ഒരു അലുമിനിയം ഷീറ്റോ റൂഫോ ഒക്കെ ഉണ്ടെങ്കിൽ സിഗ്നലുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുകയില്ല. അപ്പോൾ നമ്മൾ ആൻറ്റിന വെച്ചിട്ടും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ഈ ആൻറ്റിനയെ വീടിന് വെളിയിൽ വെക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ആൻറ്റിന നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് ഒന്ന് നോക്കാം. ഇതിനു പുറമെ ഇതിൽ കൂടുതൽ നല്ല ആൻറ്റിനകൾ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. ക്യൂബിക്കൽ കോഡ് ആൻറ്റിന പോലെയുള്ള ആൻറ്റിനകൾ വളരെ ഉയരത്തിൽ വെച്ചാൽ വളരെ കൂടുതൽ സ്റ്റേഷനുകളിലും വളരെ കൃത്യമായും ലഭ്യമാക്കാവുന്നതാണ്. അതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീടിന് പുറത്തൊരു സിമ്പിൾ ആൻറ്റിന വെക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മറവുകളോ തടസ്സങ്ങളോ ഉണ്ടെങ്കിൽ അതിന് നേരെ ആൻറ്റിന വെക്കരുത്. പ്രത്യേകിച്ചും ആൻറ്റിനയ്ക്കും റേഡിയോ സ്റ്റേഷൻ നിൽക്കുന്ന ഡയറക്ഷനും ഇടയിൽ ഒരു വലിയ മരം, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. പ്രത്യേകിച്ചും FM ആൻറ്റിനയുടെ ഒരു 3 മീറ്റർ മുതൽ, അതായത് 2-3 മീറ്റർ അടുത്തായി ഇരുമ്പിൻ്റെ അല്ലെങ്കിൽ അലുമിനിയത്തിൻ്റെ മറ്റ് സാധനങ്ങൾ, ഉദാഹരണത്തിന് അലുമിനിയം റൂഫിംഗ് ഷീറ്റുകളോ അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ആൻറ്റിന വെക്കുമ്പോൾ പല സ്ഥലത്തായി വെച്ചിട്ട് പരീക്ഷിച്ച് നോക്കുക. അപ്പം
പലപ്പോഴും വീടിൻ്റെ ചില ഭാഗങ്ങളിൽ നിങ്ങൾക്ക് സിഗ്നൽ കൂടുതലായി കിട്ടും, പക്ഷേ മറ്റു ഭാഗങ്ങളിൽ വളരെ കുറവായും കിട്ടും. ഇത് നോക്കി അറിഞ്ഞും വെച്ചാൽ വളരെ വ്യത്യാസം ഉണ്ടാകുന്നതാണ്. പ്രത്യേകിച്ചും ചില മരങ്ങളൊക്കെ. ഇങ്ങനെ പുറത്ത് ആൻറ്റിന വെക്കുമ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആൻറ്റിനയിൽ നിന്നും റിസീവറിലേക്ക് അഥവാ റേഡിയോയിലേക്കുള്ള കേബിളാണ്. വളരെ നല്ല ക്വാളിറ്റിയുള്ള, അതായത് കേബിൾ ടി വിക്കൊക്കെ ഉപയോഗിക്കുന്ന തരത്തിലുള്ള കേബിൾ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അല്ലാത്ത പക്ഷം കിട്ടുന്ന സിഗ്നലുകൾ കേബിളിൽ നിന്നും വീട്ടിലെത്തുമ്പോഴേക്കും ഒന്നും ഇല്ലാതെ വെറും നോയ്സ് മാത്രമായിരിക്കും വീട്ടിനുള്ളിൽ എത്തുന്നത്. ഇതിനു പുറമെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേബിളിൻ്റെ നീളം. കഴിയുന്നതും ആൻറ്റിനയുടെയും റേഡിയോയുടെയും ഇടയ്ക്കുള്ള കേബിളിൻ്റെ നീളം പരമാവധി കുറഞ്ഞ അകലമാകുന്നതായിരിക്കും നല്ലത്. അതിനനുസരിച്ച് റേഡിയോ വെക്കേണ്ടി വരും. അപ്പോൾ ഇത് രണ്ടും ശ്രദ്ധിച്ചാൽ തന്നെ പ്രത്യേകിച്ച് വളരെ വലിയ വ്യത്യാസം നിങ്ങളുടെ റേഡിയോ റിസപ്ഷനിൽ ഉണ്ടാകുന്നതാണ്. പിന്നെ ഇതിനെ കൂടാതെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നൽ വളരെ കുറവായിരിക്കും. അതിനോടൊപ്പം തന്നെ നമ്മൾ ഈ ആൻറ്റിനയിൽ നിന്നുള്ള കേബിളും കൂടി കഴിഞ്ഞ് വരുമ്പോൾ വീട്ടിനുള്ളിൽ സിഗ്നലൊന്നും എത്താത്ത ഒരു അവസ്ഥയുണ്ടാവും. അത്തരം സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാവുന്ന ഒരു സൊല്യൂഷനാണ് ആൻറ്റിന ബൂസ്റ്റർ. പണ്ട് കാലങ്ങളിൽ ദൂരദർശൻ ഉപയോഗിച്ചവർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇത്തരം ബൂസ്റ്ററുകൾ വെക്കുന്നത് ആൻറ്റിനയിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ FM ആൻറ്റിനയുടെ അടുത്ത് ഒരു ചെറിയ ബോക്സിലായിട്ടാണ് ഈ ബൂസ്റ്റർ വെക്കുന്നത്. അതിനുശേഷം ബൂസ്റ്ററിൽ നിന്നുള്ള ഔട്ട്പുട്ട് കേബിൾ വഴിയാണ് വീട്ടിനകത്തേക്ക് എത്തുന്നത്. ഈ ബൂസ്റ്ററിലേക്കുള്ള പവർ സപ്ലൈ ഈ ആൻറ്റിനയിലേക്കുള്ള കേബിൾ വഴി തന്നെ വീട്ടിനകത്തു നിന്ന് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ സർക്യൂട്ടും ഡീറ്റെയിൽസും ഞാൻ ഇതിന് തൊട്ട് പിറകെ കൊടുക്കുന്നതാണ്. നമ്മൾ ഇതുവരെ ആൻറ്റിനയെക്കുറിച്ചും ആൻറ്റിന ബൂസ്റ്ററിനെ കുറിച്ചും പറഞ്ഞു. ഇവ രണ്ടുമല്ലാതെ FM റിസപ്ഷനെ ബാധിക്കുന്ന ഒരു ഘടകം കൂടിയുണ്ട്, ഒരു പ്രധാന ഘടകം. അത് നമ്മൾ ഉപയോഗിക്കുന്ന റേഡിയോ റിസീവറിനെ അനുസരിച്ചിരിക്കും. ചില റേഡിയോ റിസീവറുകൾ വളരെ പരിതാപകരമായ റിസീവറുകളാണ്. അപ്പോൾ അത്തരം നല്ല ക്വാളിറ്റി ഇല്ലാത്തുള്ള റിസീവർ ഉപയോഗിക്കാതിരുന്നാൽ പിന്നെ നമ്മൾ എത്ര ആൻറ്റിനയും ബൂസ്റ്ററും ഒന്നും വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അപ്പോൾ നല്ല റിസീവർ ഉപയോഗിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ റിസീവറിന് എക്സ്റ്റേണൽ ആൻറ്റിന, അതായത് പുറത്തുനിന്ന് ആൻറ്റിന കൊടുക്കാനുള്ള ഓപ്ഷൻ കൂടി ഉള്ളതാണെങ്കിൽ വളരെ നന്നായിരിക്കും. ഇതില്ലാത്ത പക്ഷം സാധാരണ റേഡിയോകളിലും ഒരു ആൻറ്റിന കണക്ഷൻ കൊടുക്കണമെങ്കിൽ ഒരു കണക്ഷൻ ആൻറ്റിനയിലും പിന്നെ രണ്ടാമത്തെ കണക്ഷൻ കൊടുക്കേണ്ടത് അതിൽ ബാറ്ററി ഇടുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെയുള്ള നെഗറ്റീവ് പാർട്ട് വരുന്ന ഭാഗത്തേക്കാണ് കൊടുക്കേണ്ടത്. FM റിസപ്ഷനെ ബാധിക്കുന്ന മറ്റൊരു ഘടകമാണ് നമ്മുടെ വീടിനകത്തു നിന്നും ഉണ്ടാകുന്ന ഇലക്ട്രിക്കൽ നോയ്സ്. നമുക്കറിയാം, വളരെ ശബ്ദമലിനീകരണമുള്ള ഒരു സ്ഥലത്ത് നമ്മൾ എത്ര കേൾവിശക്തിയുള്ള ആളായാലും അല്ലെങ്കിൽ ഹിയറിംഗ് എയ്ഡ്സ് വെച്ചാലും നമുക്കൊന്നും കേൾക്കാൻ കഴിയില്ല. കാരണം നമ്മുടെ ചുറ്റുപാടുമുള്ള ഒത്തിരി നോയ്സ് ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ യഥാർത്ഥ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റില്ല. ഇതുപോലെ തന്നെയാണ് ചില FM റേഡിയോകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന പവർ സപ്ലൈ, അതായത് നമ്മൾ മൊബൈൽ ഫോണിലും ചാർജറൊക്കെ ആയി ഉപയോഗിക്കുന്നതും ചില പവർ സപ്ലൈകൾ ഒത്തിരി നോയ്സ് ജനറേറ്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്ലാസ് D ആംപ്ലിഫയേഴ്സ്, പ്രത്യേകിച്ചും PAM, ഞാൻ ഈ കാണിക്കുന്ന ചിത്രത്തിൽ കാണുന്ന ഇത്തരം ബോർഡുകൾ ഒത്തിരി റേഡിയോ ഫ്രീക്വൻസി നോയ്സുകൾ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരം സാധാരണയുള്ള ക്ലാസ് AB സിമ്പിൾ നോയ്സ് കുറഞ്ഞ തരം ആംപ്ലിഫയറുകൾ ഉപയോഗിക്കുക. നോയ്സ് കുറഞ്ഞ തരം നല്ല പവർ സപ്ലൈകൾ, പഴയ രീതിയിലുള്ള ട്രാൻസ്ഫോമറും ബ്രിഡ്ജ് റെക്ടിഫയറും ഉപയോഗിച്ചുള്ള പവർ സപ്ലൈകൾ ഉപയോഗിച്ച് നോക്കുക. പിന്നെ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നോയ്സ് ഉണ്ടാക്കുന്ന ചില സംഭവങ്ങൾ, പ്രത്യേകിച്ചും LED ലൈറ്റുകൾ, ബാറ്ററി ചാർജറുകൾ. അപ്പോൾ ഇത്തരം സാധനങ്ങൾ റേഡിയോയുടെ ആൻറ്റിനയുടെ അടുത്തു നിന്നും പരമാവധി അകലെ സ്ഥാപിക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത പ്രാവശ്യം ഒരു പുതിയ വീഡിയോയുമായി കണ്ടുകിട്ടുന്നതിലേക്കും നന്ദി, നമസ്കാരം. 73 222 മലയാളം സൈനിക.